അതീവ പ്രഹരശേഷിയുള്ള S-350 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ഒരു കരാർ റഷ്യൻ പ്രതിരോധ വ്യവസായ പ്രതിനിധികൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട്. വിൽപ്പനയ്ക്ക് പുറമെ ഇതിന്റെ ഉൽപാദന സാങ്കേതിക വിദ്യകളുടെ പൂർണ്ണമായ കൈമാറ്റവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് ഈ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ മാത്രമല്ല, ആഭ്യന്തരമായി നിർമ്മിക്കാനും റഷ്യ അനുമതി നൽകും. റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ റോസ്ടെക്കുമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ ധാരണയായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇക്കാര്യം റഷ്യയോ ഇന്ത്യയോ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. സുഖോയ് 57 യുദ്ധവിമാനത്തിന്റെ കയറ്റുമതി പതിപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുമായി പങ്കിടാൻ റഷ്യ ഇതിനോടകം തന്നെ സന്നദ്ധത പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇക്കാര്യം ഉറപ്പാണ് എന്നാണ് പലരും പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാകുകയാണ് എങ്കിൽ അതിന് നിരവധി പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയാം. റഷ്യ നിലവിൽ S-350 സംവിധാനം കയറ്റുമതി ചെയ്യുകയോ വ്യാപകമായി വിന്യസിച്ചതോ അല്ല. ഇന്ത്യ പ്രതിരോധ വ്യവസായത്തിന് സ്വന്തം തദ്ദേശീയ വ്യോമ പ്രതിരോധ വികസനങ്ങൾക്കായി ഈ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും വീണ്ടും ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം സമയക്രമീകരണമാണ്. 2020 മാത്രമാണ് S-350 സംവിധാനം ഔദ്യോഗികമായി റഷ്യയുടെ സായുധ സേനയിൽ ഉൾപ്പെടുത്തിയത്. റഷ്യയുടെ കയറ്റുമതി ഇനങ്ങളുടെ പട്ടികയിൽ ഇത് ഇതുവരെ ഒരു പ്രധാന ഘടകമായി മാറിയിട്ടില്ല. ഈ ഘട്ടത്തിൽ ഒരു കയറ്റുമതി നിർദ്ദേശം സൂചിപ്പിക്കുന്നത് വിദേശ ഡെലിവറികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ എണ്ണം സിസ്റ്റങ്ങൾ റഷ്യൻ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനകം സേവനത്തിലുള്ള S-400 സംവിധാനങ്ങളുടെ ഒപ്പം S-350 തുടരും. S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കരുത്ത് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. റഷ്യയുടെ അവകാശവാദങ്ങൾ പ്രകാരം 10-15 കിലോമീറ്റർ മുതൽ 40-120 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലുള്ള ഭീഷണികളെ S-350 തുരത്താൻ കഴിയും. പരീക്ഷണ വേളയിൽ ഗൈഡഡ് ഏരിയൽ ബോംബുകൾ, ഒന്നിലധികം ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങൾ തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ, ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവയെ നേരിടാൻ ഈ സിസ്റ്റത്തിന് കഴിവുണ്ടായിരുന്നുവെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട്. ഉപരോധം മറികടന്ന് എണ്ണക്കടത്ത് നടത്തുന്നതായി US ആരോപിക്കപ്പെടുന്ന എണ്ണക്കപ്പലിന് സംരക്ഷണം നൽകാൻ റഷ്യ അത്യാധുനിക അന്തർവാഹിനിയും നാവികസേനയെയും വിന്യസിക്കുകയും ചെയ്തു. ഇതോടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അമേരിക്കയും റഷ്യയും നേർക്കുനേർ എത്തുന്ന സ്ഥിതിയെത്തിയെന്നാണ് മറ്റൊരു വാർത്ത. ബെല്ല 1 എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന മാരിനേര എന്ന എണ്ണക്കപ്പലിനെ കേന്ദ്രീകരിച്ചാണ് നിലവിലെ തർക്കം. നിയമവിരുദ്ധമായി എണ്ണ കടത്തുന്ന റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലെന്നാണ് US ആരോപിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് എണ്ണ കയറ്റാൻ ശ്രമിച്ച ടാങ്കറിനെ തടയാൻ US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വെനസ്വേലയ്ക്ക് സമീപം നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ കയറാൻ ശ്രമിച്ചപ്പോൾ ജീവനക്കാർ അത് തടയുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് വീണ്ടും US ഇടപെടലുണ്ടാകാതിരിക്കാൻ കപ്പൽ അന്താരാഷ്ട്ര കപ്പൽശാലയിലേക്ക് മാറ്റുകയും ചെയ്തു.